ങ്ങളിലേക്കും 20ഓളം വിദേശ രാജ്യങ്ങളിലേക്കും ഗണേശ ചതുർത്ഥി പതിയെ പതിയെ സഞ്ചരിച്ചു. ശുക്ല ചതുർത്ഥിക്ക് തുടങ്ങുന്ന വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ 10 ദിവസത്തിന് ശേഷം അനന്ത ചതുർദശിക്ക് ശുഭമായി പര്യവസാനിക്കുന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജകളും ആഘോഷങ്ങളും 10ാം ദിവസം അതിന്റെ പാരമ്യത്തിലെത്തുകയും വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യുന്നതോടെ അവസാനിക്കുകയും ചെയ്യുന്നു. 1863 മുതൽ ഗണേശ ചതുർത്ഥിക്കായി മഹാരാഷ്ട്രയിൽ ആകമാനം ട്രസ്റ്റുകൾ രൂപീകരിക്കപ്പെട്ടിരുന്നു. 1892 ബാലു സാഹേബ് ലക്ഷ്മൺ ജാവേല ഗണപതി വിഗ്രഹ പൂജകൾ കൂടുതൽ ജനകീയമാക്കി മാറ്റി. അതോടെ മഹാരാഷ്ട്രയുടെ ദേശീയ ഉത്സവമായി മാറി ഇതേ ഗണേശ ചതുർത്ഥി. ബ്രാഹ്മണരും അബ്രാഹ്മണരും തമ്മിലുള്ള ജാതീയമായ അകലത്തെക്കുറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒന്നിച്ച് പടപൊരുതാനുള്ള ആയുധമായി പിന്നീട് ലോകമാന്യ തിലകും ഇതേ ഗണേശോത്സവത്തെ ഉപയോഗപ്പെടുത്തി എന്നതാണ് ചരിത്രം. ലക്ഷക്കണക്കിന് രൂപ മുടക്കി പന്തലും വിഗ്രഹങ്ങളും നിർമ്മിച്ച് ഗണേശോത്സവം ആചരിക്കുന്നതിനെ